അപ്പോൾ മച്ചാൻ വരെ നമ്മുടെ ഈ വണ്ടിയുടെ ക്രൂ മെമ്പേഴ്സ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ വർമാസിൽ അവർ ട്യൂൺ ചെയ്തെല്ലാം കൊടുക്കുന്നുണ്ട് അവർക്ക്. എന്നിരുന്നാലും അവർക്കൊരു കുഴപ്പമുണ്ട്. എന്താണ് ചേട്ടാ പറഞ്ഞത്? ആരും പേടിക്കേണ്ട, ഡിക്കിൽ സ്പേസ് ഉണ്ടോ നോക്കിയാൽ കയറിയതാണ്. അപ്പോൾ മച്ചാൻ വരെ ഇന്നത്തെ വീഡിയോക്ക് പ്രത്യേകത ഉണ്ട്. മലയാളത്തിൽ മിന്നലടിച്ചത് നമ്മുടെ മുരളിക്കാണ്, മിന്നൽ മുരളിക്ക്. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മുടെ തണ്ടർ അടിച്ച വണ്ടി, അതെ തണ്ടറിൻ്റെ കള്ളിക്കാട് എഡിഷൻ. മച്ചാന്മാരെ വേറെ ലെവൽ വീഡിയോയ്ക്ക് മിൻട്രോ ലെവൽ തന്നെ ജസ്റ്റ് ഇന്ന് വെറൈറ്റിയാണ്. അപ്പോൾ മച്ചാന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരു വെറൈറ്റി സ്വാഗതം. മച്ചാന്മാരെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു വെറൈറ്റി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വണ്ടി കാണുമ്പോൾ മനസ്സിലാകും ഈ ഒരു BMR വണ്ടി പഴമയിൽ നിന്ന് പുതുമയിലേക്ക് വരുന്ന ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് രണ്ട് കാര്യം, ഒന്ന് നിയോണ്, ഒന്ന് ബമ്പർ ലിപ്സ്. രണ്ടും കൊണ്ടും വണ്ടി മഹാവിസ്മയമാണ് ഗൈസ്. കാരണം താഴെ ബമ്പർ ലിപ്സ് ഉണ്ട്, നിയോൺ ആണെങ്കിലോ ഫുൾ നിയോണിൻ്റെ വർക്ക്. അതിൽ സൈഡിൽ പോയ വീലാർച്ചിൻ്റെ മുകളിൽ ഡബിൾ സ്ട്രിപ്പ് നിയോൺ ഉണ്ട്. ഫ്രണ്ടിൽ നിയോണുകൾ കൊണ്ടങ്ങ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു വണ്ടിക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. വണ്ടി ഈ ഫുൾ പണി ചെയ്തിരിക്കുന്നത് നമ്മുടെ വണ്ടിയിലെ കിളിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള സൗണ്ട് സിസ്റ്റം ചെയ്ത് നമ്മുടെ വർമാ സൈഡിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് വർക്ക്, അകത്ത് പിക്സൽ വർക്ക്, അങ്ങനെ ഒരു പിക്സൽ ബോർഡ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ചെയ്ത് വണ്ടിയെ നമ്മുടെ ഈ ഒരു ബസ്സിനെ കള്ളിക്കാടൻ എന്ന എഡിഷനിയുമുള്ള ഈ ഒരു വണ്ടിയെ തണ്ടറായിട്ട് കൊണ്ട് നടക്കുന്ന നമ്മുടെ കിളിച്ചാടനാണ്. അപ്പോൾ നമ്മുടെ ക്രൂ മെമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ കൂടെ ഇപ്പം കുറച്ച് ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ച് പേരുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വണ്ടി സാരഥി എന്നാണ്. ഞങ്ങളുടെ പേര് കുക്കുന്നാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ സാരഥി തുടങ്ങിയിട്ട് എത്ര ആയാലും? ഞാൻ ഇതിൽ കയറിയിട്ട് 2 വർഷം. കയറിന് ശേഷമുള്ള അനുഭവങ്ങൾ എങ്ങനെ? ഇത് വെച്ചിട്ട് BMR ഓടൂല എന്നുള്ളൊരു പൊതുവേ നമുക്ക് എല്ലാവർക്കും കൂടെ ഇപ്പോൾ ഷട്ടൗൺ തരംഗമായത്. അപ്പോൾ ഇതിൽ കയറിയിട്ട് ആ ഒരു ചിന്താഗതിയെ മാറ്റി മറിച്ചത് ഈ ഒരു വണ്ടിയാണ്. ഞാൻ ഷട്ടൗണിൽ ഓടിക്കൊണ്ടിരുന്ന ആളാണ്. എന്നിട്ട് BMR വന്നപ്പോൾ എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു, ഓടാൻ പറ്റുമോ, കോളേജിൽ കയറാൻ പറ്റുമോ എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ എൻ്റെ ഒരു ചിന്താഗതിയെ പോലും മാറ്റി മറിക്കാൻ ഈ വണ്ടിക്ക് പറ്റിയെന്നുള്ളത് കള്ളിക്കടഞ്ഞ് പറ്റിയിട്ടുണ്ട്. അത് തന്നെ ഞാൻ കോളേജിൽ കയറി ഓടി. ഇപ്പം പഴയ ഞാൻ ഷട്ടൗൺ കൊണ്ട് എങ്ങനെയാണോ ഓടിയത് അതുപോലെ തന്നെ ഷട്ടൗൺ ഇപ്പോഴത്തെ ഈ ഷട്ടൗൺ തരംഗം ആണെങ്കിൽ പോലും BMRന് ഒരു അപ്ഡേഷനൊക്കെ ചെയ്ത് വേറെ ലെവലാക്കി വെച്ച് പിടിച്ചിരിക്കാൻ പറ്റും. പിന്നെ ഷട്ടൗണിനോട് വിട്ടു നിൽക്കാൻ നമുക്ക് BMRന് പറ്റും. അതിന് BMRന് ഇപ്പോൾ ഒന്ന് ഒരു വോട്ടെടുപ്പ് നോക്കിയാൽ ചിലപ്പോൾ ഷട്ടൗണിൻ്റെ കാര്യം ഫാൻസ് BMRനെ കാണും. കാരണം നമുക്ക് വരുന്ന കമൻറ്റുകളിലും ഏറ്റവും കൂടുതൽ BMR ഫാൻസാണ്. BMRന് പറഞ്ഞാൽ ഒരു ജനറേഷൻ ഫുള്ള് BMR ഉള്ള കളിയായിരുന്നു. BMR, ഗ്രാൻഡ് BMR, ബോസ്, അങ്ങനെ മൊത്തം BMRനെ കഴിയുന്നത്. അപ്പോൾ പിന്നെ ചേട്ടാ ഇതിലിപ്പം കുറേ വർക്കുകൾ ഫ്രണ്ട് നിയോണ്, പിക്സൽ, ഇതൊക്കെ ഇതെല്ലാം ചെയ്തത് എന്താണ് ഒരു വണ്ടിക്ക് എല്ലാം പറയുന്ന ആളാണ് ഡ്രൈവർ എന്നല്ലേ പറയുന്നത്. ഇതിൽ ഈ വണ്ടിയിലെ എല്ലാം കിളിയാണെന്ന് പറഞ്ഞത് എൻ്റെ അനിയൻ ചെറുപ്പം. അതാണ് വേണ്ടത്, രക്തബന്ധമാണ്. അപ്പോൾ ചേട്ടാ വരും, ഇങ്ങനെ വരാം. അതിനു മുമ്പ് ചേട്ടാ ഒരു ചേട്ടാ പേര് പറഞ്ഞു സച്ചു. വണ്ടിയുടെ ഞങ്ങൾ രണ്ടുപേരാണ് മാറി മാറി ഇവയില്ലാത്തവർ. അപ്പോൾ പറഞ്ഞോ, വണ്ടിയെക്കുറിച്ച് പറഞ്ഞോ. വണ്ടി പ്രാന്തനെന്ന് പറഞ്ഞാൽ ഒരാളൊരു വണ്ടി പ്രാന്തനാണ് കൈസ്. പിന്നെ പണ്ട് തൊട്ട് വണ്ടിയിൽ പ്രൈവറ്റ് ബസ്സിൽ പോയി. പിന്നെ ഞങ്ങളുടെ വീട്ടിനടുത്ത് പരിചയക്കാരായ ടൂറിസ്റ്റ് ബസ് കമ്പനി പിന്നെ കുക്കുണ്ണയൊക്കെ നേരത്തെ ഞാൻ ഇതിനൊക്കെ പിറകെ കിടന്ന വണ്ടിയിലെ ഡ്രൈവറായിരുന്നു കുക്കുണ്ണ. കുക്കുണ്ണ ഇതിൽ വന്നപ്പോൾ ലീവ് വിളിച്ചു. അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഇതിൽ ലീവ് പോകും. അപ്പോൾ ഇത് ചാനൽ കാണിച്ചു ഈ മിസ്റ്റർ കള്ളിക്കാടൻ ഒരു എഡിഷൻ നെയിം എങ്ങനെയാണ്? അത് ഞങ്ങളിപ്പോൾ ഈ വണ്ടി ആറ്റിങ്ങലായിട്ട് ഓടുന്നെങ്കിൽ വണ്ടിയുടെ കറക്റ്റ് സ്ഥലം ട്രിവാൻഡ്രം കള്ളിക്കാട്. അപ്പോൾ കള്ളിക്കാടുള്ള വണ്ടി എന്നുള്ള ഒരു ഇത് അവിടുത്തെ മെയിൻ ആണ്, തരംഗമാണ്. അതുകൊണ്ട് മിസ്റ്റർ കള്ളിക്കാടൻ എന്നുള്ള പേര്. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ചാനലിൽ എവിടെ നോക്കിയാലും വിശ്വമനോഹരിതമായ കാഴ്ചകളാണ്. അങ്ങനെ വിശ്വമനോഹരിതമായ ഒരു കാഴ്ച ഇന്ന് കള്ളിക്കാടുണ്ട്. ആ കള്ളിക്കാടിലുള്ള വണ്ടി നമ്മുടെ മിസ്റ്റർ കള്ളിക്കാട്, ആ മോനെ വേറെ ലെവൽ. അപ്പോൾ നമ്മുടെ വണ്ടിയിലെ ഹൈലൈറ്റ് ഈ വണ്ടി ഇത് കാണുന്ന അപ്ഡേഷൻ എല്ലാം ചെയ്ത് വേറെ ലെവലാക്കി വെച്ചിരിക്കുന്ന ഒരു കൊച്ചു മനുഷ്യനാണ് ഇതാ നിൽക്കുന്നത്. ചേട്ടാ പേര് പറഞ്ഞു? അല്ല മോശന്മാര് നമ്മുടെ ഈ ഒരു പുള്ളിക്കാരനാണ് വണ്ടിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ അകത്തുള്ള സെറ്റ് വർക്ക് നമ്മൾ വർമാസ് ചെയ്തു അല്ലേ? അതിൽ നിന്ന് ചോദ്യം ചോദിക്കാം. അപ്പം അകത്ത് ഇപ്പം വർക്ക് നമ്മളെ വർമാസാണ് ചെയ്തേക്കുന്നത്. അപ്പം വർമാസിൽ കൊണ്ടുപോയ പിക്സൽ ബോർഡ് അവർ കിടിലായിട്ട് ചെയ്തു തരും, നീവൺ ബോർഡൊക്കെ ചെയ്തു തരും. പക്ഷെ എന്തുകൊണ്ട് ചേട്ടൻ ചെയ്തു? വെറൈറ്റി ആവത്തില്ലേ, എല്ലാവരെ പോലെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മളൊരു ഇഷ്ടത്തിന് ചെയ്തു. അപ്പം അത് ചെയ്യാനുള്ള പ്രചോദനം എന്തെങ്കിലും കാരണം വേണമല്ലോ. ഇത്രയും സെഡോൺ കിടക്കുമ്പോൾ അതിൻ്റെ BMR എന്ന് പറഞ്ഞ വണ്ടിക്ക് വലിയ ഇതില്ലല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട്
അതാണ് കാരണം ഒരു നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നന്നായിരിക്കും എന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഈ വർക്കൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? കണ്ടൊക്കെ തന്നെയാണ് പഠിച്ചത്. പിന്നെ കുക്ക് കൊണ്ടാൻ സഹായിച്ചു തന്നിട്ടുണ്ട്. പിന്നെ സിദ്ധിക്കുന്ന കാക്കുണ്ടായിരുന്നു, പുള്ളിയിലോട്ട് പോയി പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പണി പഠിച്ചത്, പണിക്ക് പോയി അങ്ങനെ പഠിച്ച് ഈ വണ്ടിയിൽ ചെയ്തു. ഫുള്ള് ചെയ്തു. സ്വന്തം വണ്ടിയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ പറ്റിയാലും. അപ്പം ഇത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി? നിയോൺ അണ്ടർ ബോഡി ലൈറ്റ്. ഇപ്പം പറയുന്നത് മൊത്തത്തിൽ ചെയ്തിട്ടുള്ള പുള്ളിക്കാരൻ ഈ വണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്? നിയോൺ അണ്ടർ ബോഡി ലൈറ്റ്, പിന്നെ നൈം ബോർഡ്, അകത്ത് പിക്സൽ, പിന്നെ കോട്ട ഗ്ലാസ് റണ്ണിങ് ചെയ്തിട്ടുണ്ട്. അടിയിൽ ഫ്ലിക്കർ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വർക്കുകൾ ഏകദേശം ടോപ്പ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ലൈറ്റ് പിന്നെ ഒരു ഓട്ടം കൊണ്ടുപോയപ്പോ കുക്കുവാണ് പേഴയുള്ളൂ. അത് ഡബിൾ സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെറൈറ്റിയാണ് കേസ്. ചെയ്തു എന്നുള്ളതിലല്ല, ആദ്യമായിട്ടാണ് വണ്ടി ചെയ്യണേ ചേട്ടൻ? ആദ്യമായിട്ടാണ് ചെയ്യണം വണ്ടി ചെയ്യണം. പക്ഷെ കണ്ടാ പറയത്തില്ല, ആദ്യമായിട്ടാണ് ചെയ്തത്. പക്ഷെ അത്രയും നല്ല കിടിലായിരുന്നു. പറഞ്ഞാൽ ഒരു വണ്ടിയിൽ 90% ലൈറ്റ് വർക്കും ചെയ്തത് പുള്ളിക്കാരനാണ്. വണ്ടി നിയോൺ തുടങ്ങി, അടിയിലുള്ള ഫ്ലിക്കർ ലൈറ്റുകൾ, അകത്തുള്ള നെയിം ബോർഡിൻ്റെ പിക്സൽ ലൈറ്റ്, മുകളിൽ ടോപ്പ് ലൈറ്റിലെ നിയോണ്, അതുപോലെ അകത്ത് പിക്സൽ ബോർഡ് ചെയ്തിട്ടുണ്ട്. അത് പിക്സൽ ബോർഡിൻ്റെ ആയിരുന്നു. നമുക്ക് അകത്ത് കയറിയിട്ട് നെയിം ബോർഡ് ഫോൺ കൺട്രോളിങ് അതും ചെയ്യണം. തലയുണ്ട്, കാണുന്ന പോലെയല്ല. ഈ ഒരു ശരീരം നോക്കിയിട്ട് വിലയിരുത്താൻ പറ്റുന്നില്ല കൈസ്, തലയിലാണ് കാര്യം. അപ്പോൾ മച്ചാമാരെ, ഇപ്പം ഈ ഒരു വർക്ക് ചെയ്ത് നമ്മളെ അലുമിനിയം നമ്മൾ ചേട്ടനാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ സ്വന്തം വണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് സാധനങ്ങളൊക്കെ ചെയ്യുമ്പം അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ ആ ഒരു മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ വണ്ടിയുടെ ഫുൾ ഒരു ലുക്കിൻ്റെ കാര്യം പറയുമ്പോൾ വണ്ടി ഫുൾ വൈറ്റിലാണ് കിടക്കുന്നത്. ഫ്രണ്ട് ബാക്ക് സൈഡ് എല്ലാം ഫ്രണ്ടിൽ പ്യുവർ വൈറ്റിൽ നടക്കുന്നത്. അപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ലുക്കോടെ നമ്മൾ ചെക്കനങ്ങ് നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ പേരിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തണ്ടർ ട്രാവൽ ഹബ്, ദ ലെജൻഡ് ഓഫ് തണ്ടർ. മിന്നലാണ് ഇപ്പോൾ എല്ലായിടത്തും മിന്നലടിക്കുമല്ലേ. നമ്മുടെ ടോവിനോ തോമസിൻ്റെ മിന്നൽ മുരളി, എവിടെ നോക്കിയാലും മിന്നലടിച്ച് ശക്തി കൂടി അങ്ങനെ ലൈറ്റുകളെല്ലാം കൂടെ മിന്നലടിക്കില്ല. അതുപോലെ നമ്മളെ വണ്ടിക്ക് തണ്ടർ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതും അവർ ഇരുന്ന് എല്ലാവരും കൂടെ ക്രൂ മെമ്പേഴ്സും എല്ലാം കൂടെ ആലോചിച്ചിട്ട ഒരു പേരാണ് തണ്ടർ. അത് വെറൈറ്റി പേരല്ലേ, അധികം ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ഒരു തണ്ടർ മിന്നലടിക്കുന്ന വണ്ടി, അത് തന്നെയാണ് ഗൈസ് നമ്മുടെ ഈ ഒരു മിസ്റ്റർ കള്ളിക്കാട്. അതുപോലെ ഈ മിസ്റ്റർ കള്ളിക്കാട് എന്നുള്ള എഡിഷൻ നെയിം കൊടുത്തത് അവരുടെ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു പ്രതീകം പോലെയാണ്. അവർക്ക് ഇപ്പോൾ ഓരോരുത്തർക്ക് നമ്മുടെ ജനിച്ചേടുന്ന നാടൊക്കെ ഭയങ്കര ഇഷ്ടമല്ല. അതുപോലെ അവർക്കൊക്കെ ഒരു വികാരമായ മിസ്റ്റർ കള്ളിക്കാട് എന്ന് പറയുമ്പോൾ വേറെ പലതുമുണ്ട്. ചില വണ്ടികളുടെ ഡ്രൈവർമാരുടെ വിളിപ്പേരും കള്ളിക്കാടൻ എന്നാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ കള്ളിക്കാടൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ അതിൽ ഒരു പ്രശസ്തമായ വണ്ടി കൂടെയാണ് നമ്മുടെ തണ്ടറിൻ്റെ മിസ്റ്റർ കള്ളിക്കാടൻ. അതുവരെ വരുമ്പോൾ ഒരു ക്യൂട്ട് സാധനം വന്നു. അതിൽ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും നമ്മുടെ ടോപ്പ് ലൈറ്റ് ഡബിൾ സ്ട്രിപ്പിൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് റെഡ് കളർ ഒരു തീമിൽ 2 സ്ട്രിപ്പ്, ഡ്യുവൽ സ്ട്രിപ്പാണ് മുകളിൽ ചെയ്തേക്കുന്നത്. തൊട്ട് താഴെ വരുമ്പോൾ ആ ഒരു പിക്സൽ ബോർഡ്, അതാണ് കേസ് നമ്മുടെ ചേട്ടൻ ചെയ്തത്. അതും പിക്സൽ ബോർഡ് മൊബൈൽ കൺട്രോളിങ് ഉൾപ്പെടെ തന്നെയാണ് ചേട്ടൻ ചെയ്തേക്കുന്നത്. അതാണ് നമ്മുടെ തല. തണ്ടറിനിരിക്കുന്നതിൻ്റെ ഫോണും അതും വേറെ ലെവലാണ് കേസ്. നേരെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ മിസ്റ്റർ കള്ളിക്കാട് സാധാ ഒരു പാവം പോയി എന്നുള്ള രീതിയിൽ വേറെ അധികം അലങ്കാരം നമ്മൾ കൊടുക്കാതെ ജസ്റ്റ് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുവരെ കണ്ടിട്ട് ആ സാധനം കണ്ടിട്ട് വണ്ടി വിലയിരുത്തരുത്, നേരെ താഴേക്ക് വരണം. അവിടെയാണ് BMRൻ്റെ ഇപ്പോഴത്തെ കാലത്ത് പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു അവതാരം പുനർജനിക്കുന്നത് ഗൈസ്. നിയോൺ സ്ട്രിപ്പ് ഫുള്ള് നിയോൺ. ഒരു വൈകുന്നേര സമയമാണ്, ഈ സമയത്ത് പോലും നല്ല പ്രകാശം അടിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഫുൾ നിയോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോണത്തിന് താഴ്വശം മൊത്തം നിയോൺ സ്ട്രിപ്പിൻ്റെ കളിയാണ്. നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് BMRൻ്റെ ഒരു താഴെ ഗ്രില്ലിൻ്റെ ഭാഗത്ത് ഒരു പച്ച കളറിൽ ഇങ്ങനെ 2 സാധനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ റോസ് കളറ്, ഒരു ഓറഞ്ച് കളറ്, അത് ഓറിജിനൽ സെൻറ്ററിൽ കൊടുത്തിട്ട് 2 സൈഡിൽ റോസ് കളറുണ്ട്. അത് ബ്ലിങ്ക് റിലേക്ക് കൊടുത്ത് വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അത് നേരെ ഇപ്പുറത്ത് വരുമ്പോഴും ഇവിടെയും ഡ്യുവൽ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ലൈറ്റിൻ്റെ ചുറ്റിലും ഒരു നീല ഒരു ചുവപ്പ് എന്നുള്ള രീതിയിൽ 2 ഡ്യുവൽ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഇതാണ് പ്രത്യേകത. നമ്മുടെ ഈ വണ്ടിക്ക് ഒരു ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് ഒരു നിയോൺ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ലൈറ്റ് വേറെ ഒരു പാർട്ടിയെ കൊണ്ട് ഇളക്കിച്ചിട്ട് ഇത് നിയോൺ സ്ട്രിപ്പ് വെച്ചത് നമ്മൾ അലുമിനിയത്തിലാണ്. ഈ സാധനം ഒരു ഹെഡ്ലൈറ്റ് മൊത്തത്തിൽ ഇളക്കിയത് വേറെ കാര്യമാണ്. ഇളക്കിയിട്ട് ഈ നിയോൺ സ്ട്രിപ്പ് വെച്ചത് നമ്മുടെ ഈ ചാടനം തന്നെയാണ്. എന്നാൽ ഇത് നേരെ താഴെ വരുമ്പോഴും ഈ ഒരു ലൈറ്റിൻ്റെ എവിടെയും ഡ്യുവൽ സ്ട്രിപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പക്ക ഇതൊരു ഓറഞ്ച് റെഡാണ്, ഇതാണെങ്കിൽ പക്ക ഫുൾ ബ്ലഡ് റെഡ് കളറിലും ഉള്ള ഒരു നിയോൺ സ്ട്രിപ്പ്, അതുപോലെ ഒരു ആകാശ നീല കളറിലുള്ള നിയോൺ സ്ട്രിപ്പ്, അങ്ങനെ ഡ്യുവൽ സ്ട്രിപ്പാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. അതുപോലെ നമ്പർ നമ്മൾ KL 02BB 2021 2021
വെറൈറ്റി നമ്പർ പ്ലേറ്റ് ഗൈസ്. കഴിഞ്ഞ വർഷം വണ്ടിയുടെ റിവ്യൂ എടുത്തിരുന്നുവെങ്കിൽ ഒരു മാസം ഡിലേ ആയി, ഇല്ലെങ്കിൽ ഈ നമ്പർ ആ വർഷമാവുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു ആകാശ നീല, അങ്ങനെ മൊത്തത്തിൽ ഒരു ആകാശ നീല കളറിലുള്ള ഒരു നിയോൺ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇടയിൽ കൂടെ കാണാൻ സാധിക്കും ഒരു ചുവപ്പ് കളർ. അത് ഇവിടെ കൂടെ ഒരു നിയോൺ സ്ട്രിപ്പ് ഇങ്ങനെ റെഡ് കളറിൽ ഇവിടെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ക്രാഷ് കാർഡിൻ്റെ ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് നമ്മൾ ബമ്പർ ലിപ്പ് നിയോൺ ഈ 8 സാധനം. ഏറ്റവും താഴെ വരുമ്പോൾ റെഡ് കളർ, പക്ക റെഡ് കളറിൽ ബമ്പർ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഒരു ഗ്രീൻ കളറിൽ നീളത്തിന് ഒരു കണ്ണ് പോലെ ഒരു നിയോൺ സ്ട്രിപ്പ് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ് ഇവിടെ ഇത് 2 ഡുവൽ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡും ഒരു നീല കളറിലുള്ള ഈ 2 കളറും കൂടെ വരുമ്പോൾ മൊത്തത്തിൽ ഒരു റോസ് കളറിൻ്റെ പ്രകാശമാണ് വെളിയിലോട്ട് വരുന്നത് ഗൈസ്. സയൻസാണ് സയൻസ്. അപ്പോൾ മച്ചന്മാർ ഫ്രണ്ട് ലുക്ക് ഓവറോൾ പറയുമ്പോൾ ചേട്ടാ ഇങ്ങനെ ഫ്രണ്ട് ലുക്ക് ഓവറോൾ പറയുമ്പം പക്ക മാസ് വേറെ ലെവൽ എത്ര പേർ. കാരണം ഫസ്റ്റ് ആദ്യമായിട്ട് ഈ ചേട്ടൻ സ്വന്തമായിട്ട് ക്ലിയായിട്ട് വർക്ക് ചെയ്യുന്ന വണ്ടിയിൽ സ്വന്തമായിട്ട് ചെയ്ത വർക്ക് ഒന്നും പറയാനില്ല ഗൈസ്, വേറെ ലെവൽ. ചേട്ടാ ഇതിൽ മൊത്തമുള്ള വർക്ക് ഇപ്പം ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ഒരു 70% ഉള്ളൂ. ഇനി അപ്ഡേഷൻ ഉണ്ട്. ഔട്ട്ഡോർ വോക്കലെല്ലാം കൂടെ ചെയ്യുന്നുണ്ട്. ഇതിപ്പം വർമാസിന്റെ എന്തൊക്കെ വർക്ക് ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട്? ഇപ്പോൾ വർമാസിന്റെ സെറ്റ് സബ് മാത്രം, വേറെ ഒന്നും ഇപ്പം ചെയ്തിട്ടില്ല. ഇപ്പം വണ്ടി ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഓട്ടം കുറവായത് കൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഓ മച്ചാൻ വരെ നമ്മുടെ ഈ വണ്ടിയുടെ ക്രൂ മെമ്പേഴ്സ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ വർമാസിൽ അവർ ട്യൂൺ ചെയ്തെല്ലാം കൊടുക്കുന്നുണ്ട് ഇവർക്ക്. എന്നിരുന്നാലും ഇവർക്കൊരു കുഴപ്പമുണ്ട്. എന്താണ് ചേട്ടാ പറഞ്ഞു? കച്ചവടം പറയും. ഇപ്പോൾ കോളേജിലൊക്കെ പോകുമ്പം അത്യാവശ്യം കോമ്പറ്റീഷനൊക്കെ വോക്കൽ കിട്ടണമെങ്കിൽ ഇവന് വർമാസായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട് അവരുടെ സ്റ്റാഫുകളായിട്ട്. അപ്പോൾ അവർ അതിൻ്റെ രീതികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ തന്നെ അങ്ങ് ചെയ്തോളും, സ്വന്തമായിട്ട് വണ്ടി ട്യൂൺ ചെയ്യും കഴിയും. അതാണ് പറഞ്ഞത്. ഇപ്പോൾ സ്വന്തമുള്ള വണ്ടി, ആ ഒരു വണ്ടിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചേട്ടൻ ചെയ്യുന്നുണ്ട്. എന്ത് പറയാനുണ്ട് ശിശിനെ കുറിച്ച്? ഒന്നും പറയാനില്ല, കാണുന്നില്ലേ ഇതൊക്കെ തന്നെയാണ്. ഇനി പറഞ്ഞു കയറി എന്തിനാണ് നശിപ്പിക്കുന്നത്? ശരീരം വെച്ച് വിലയിരുത്താൻ പറ്റില്ല, ഇവിടെയാണ് കാര്യം ഇവിടെ. അപ്പോൾ എന്തായാലും ഇവിടെ വണ്ടി വേറെ ലെവൽ കാശ്. അപ്പോൾ സൈഡും ബാക്കും ഫ്രണ്ടും എല്ലാം പക്ക വായിക്കാനാണ്, പെട്ടെന്ന് ഓടിച്ചാണ് ചെയ്യുന്നത്. കമോ ജസ്റ്റ് ഒന്ന് രാത്രിയായി, അതുകൊണ്ടാണ് വെളിയിൽ ഗ്രാഫിക്സ് സ്റ്റിക്കർ വർക്ക് ഒന്നുമില്ല. ഫുൾ വൈറ്റിൽ ഒരു ക്യൂട്ട് ബോയ് ആയിട്ട് നമ്മൾ ചെക്കൻ നിൽപ്പുണ്ട്. അതുപോലെ പിക്ചറിലും ബാക്കി വീഡിയോസ് കാണാൻ മനസ്സിലാവും. സൈഡിലും ഫ്രണ്ടിലും ബാക്ക് എല്ലാം ഫുൾ വൈറ്റ് തന്നെയാണ്. പ്രത്യേകത ലൈറ്റ് നിയോൺ വർക്ക്. നമ്മളെ ഫ്രണ്ട് നമ്മുടെ വീലാർച്ചിന് ചുറ്റും ഡബിൾ സ്ട്രിപ്പാണ് കൊടുത്തിരുന്നത്. കണ്ണടിച്ചു പോകാൻ കഴിച്ചു, അത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആകാശനില റെഡ് കളറുള്ള ഡബിൾ നിയോൺ സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ഇങ്ങനെയാണ്, ബാക്കിലും ഇങ്ങനെയാണ്. അതുകൊണ്ട് ഏറ്റവും മുകളിൽ റണ്ണിങ് ആയിട്ട് ലൈറ്റ്, ഏറ്റവും മുകളിൽ ലൈറ്റ്, റണ്ണിങ് ലൈറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ വിശേഷങ്ങൾ പറയുമ്പോൾ രാത്രിയാണ് ചെക്കൻ യഥാർത്ഥ മൂഞ്ച് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും ബാക്കിൽ അടിയിൽ അണ്ടറിൽ ഫ്ലിക്കർ ലൈറ്റ് അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഏറ്റവും ബാക്കിലും അങ്ങനെയാണ്, സൈഡിലും ബാക്കിലോട്ട് അങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നത്. നമ്മളിപ്പം ഈ വണ്ടിയുടെ ഇന്ത്യയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വെളിയിലുള്ള ബാക്കി കാര്യങ്ങൾ കാണിക്കാൻ പറ്റുന്നതാണ്, ഇരുട്ടായി പോയി, ഒന്നും കണ്ടുകൂടെ കൈസ്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടിക്ക് അകത്തോട്ട് കയറിയത്. ഇതിനകത്ത് അല്ലെങ്കിൽ ഇരുട്ടത്ത് ഒരു വണ്ടിയുടെ ഇന്റീരിയർ കാണാനാണ് അതിൻ്റെ ഒരു വേറെ ലെവൽ. കാരണം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വർക്കുള്ള ഇന്റീരിയറിലാണ്. അതും നമ്മൾ വെളിയിൽ വെച്ച് പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിയുടെ കിളി ചെയ്ത പണിയാണ് ഇതിൻ്റെ അകത്തുള്ള. ചേട്ടാ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പിക്സൽ വർക്ക്, ഇപ്പം ഇത് കാണാൻ ഒരു പിക്സൽ വർക്ക്, ഈ സംഭവം ഈ ശരീരത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഒരു പിക്സൽ വർക്ക് ഇങ്ങനെ ഉണ്ടായി പറയാമോ? സംഭവം ഇത് ഒരു ലെയറിൽ ഒരു സൈഡ് 350 ബൾബാ, മൊത്തം 350 700 ബൾബാ ചെയ്തിട്ടുണ്ട് അകത്ത് പിക്സൽ. അതായത് പ്ലൈവുഡ് എടുത്ത് നമ്മൾ ഇത് വേഗം പോലെ കട്ട് ചെയ്യിപ്പിച്ച് പിക്സൽ ബൾബ് ഇറക്കിയാ ചെയ്ത. പിന്നെ കണക്ഷനൊക്കെ ഞാൻ തന്നെ കൊടുത്ത. പിന്നെ എന്നിട്ട് ഡാറ്റ കയറ്റി കണക്ടർ ഇതാണ് പിക്സൽ വരുമ്പോൾ ആ ഒരു വൈബ്. മൊത്തത്തിൽ പിക്സൽ ഓൺ ആകുമ്പോൾ ആ ലൈറ്റ് അങ്ങ് പ്രകാശിച്ച് നിൽക്കുക. പിന്നെ എൻ്റെ അകത്ത് കുറേ തൂക്കിലിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർട്ടിഒ വിഷയം വന്നപ്പം വിളക്കി മാറ്റി വെച്ചാണ്. ഇതിന് മുമ്പുള്ള വീഡിയോസ് കുറച്ച് നമ്മളിവിടെ കാണിച്ചു തരാം ചെക്കൻ എന്തായിരുന്നുവെന്ന്. ഈ അപ്ഡേഷൻ വരുമ്പോൾ ആ ലൈറ്റുകളെല്ലാം തിരിച്ചു തരാം. അപ്പോൾ ചേട്ടാ ഒരു ഇപ്പം പെണ്ണുള്ള ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു. ഫ്രണ്ടിൽ ലേസർ, പിന്നെ 2 ഫുൾ റേഞ്ച്. ഫ്രണ്ട് ഇരിക്കുന്ന 2 ഫുൾ റേഞ്ചാണ്. ഫുൾ റേഞ്ച് ഫ്രണ്ട് ഇരിപ്പുണ്ട്. പിന്നെ ബെർത്തിലും താഴെയായിട്ട് മൊത്തം 14 സ്പീക്കർ വരുന്നുണ്ട്. 14 സ്പീക്കർ ഫ്രണ്ടിൽ 2 ഫുൾ റേഞ്ച് വരുന്നുണ്ട്. ഫ്രണ്ട് ഫുൾ റേഞ്ച് ആഡ് ആക്കിയതേ 14 സ്പീക്കർ വരുന്നുണ്ട്. തറയിലും ബെർത്തിലും കൂടെ ആയിട്ട്. അപ്പോൾ വെച്ചാൽ നമ്മള് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ബാക്കിൽ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും. പഴയ പ്രൗഢി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇരിപ്പുണ്ട് നിരന്ന സാധനങ്ങൾ. ചേട്ടാ ഇപ്പൊ എന്തൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ? ബാക്കിൽ 2 ഫുൾ റേഞ്ച്,
പിന്നെ 6 സബ്ബായിരിക്കുന്നത്, പിന്നെ കോക്ടെയിൽ, ലൈസർ. ഇപ്പം ഈ ലൈസർ ഇടാത്തെന്ന് പറഞ്ഞാൽ ഒന്നാമത് എൻ്റെ ഫോണിൻ്റെ ക്യാമറ കംപ്ലൈൻ്റ് ആണ്, പിന്നെ ലൈസർ അടിക്കുമ്പോൾ കംപ്ലൈൻറ്റ് ആവുന്നുണ്ടാണ്. ബില്ലറ്റ് ഇരിപ്പുണ്ട്. ഇവിടെ 4 സബ് ഉണ്ടായിരുന്നു, 2 അത് ഇളക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഗ്യാപ്പ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 6 സബ് ഇളക്കി വെച്ചിരിക്കുക. അതിന് അപ്ഡേഷൻ കഴിയുമ്പോൾ ഫുള്ള് വീണ്ടും കയറും. ചെക്കൻ ഒരു വരവ് കൂടെ വരുന്നുണ്ട് കേസ്, അതല്ലേ? അതന്നെ. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് കാണുമ്പം ഒരു പഴയ സംഭവം, പണ്ട് ഇവിടെ ഒക്കെ നിറന്ന് ചില വണ്ടിയിൽ ക്യാബിനൊക്കെ ഫുള്ള് കട്ട് ചെയ്ത് സാധനം വെച്ചിരുന്നു. ഇപ്പോൾ ആർച്ചിയൊക്കെ നല്ല സഹകരണമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി അല്ലേ? എന്നിരുന്നാൽ തന്നെയും ചെക്കൻ്റെ ഇന്റീരിയർ ആ മോന് ഒരു രക്ഷയില്ല. വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവൽ കേസ്. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ എന്താ ഈ തണ്ടറിലെ മിസ്റ്റർ കള്ളിക്കാട് മനുഷ്യൻ്റെ ആ ഒരു ഫ്രണ്ട് ക്യാബിനിലായിരിക്കുന്നത് ഒരു എന്തോ ഒരു ഫീൽ തോന്നുന്നു. കാരണം പണ്ടത്തെ ആ ഒരു വൈബ് ഈ വണ്ടിയിൽ ഇപ്പോഴും അവർ നിലനിർത്തിയിട്ടുണ്ട്. പഴയ DJ മിക്സറും ആ ഒരു മിക്സറിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് കാണുമ്പോൾ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലമ്മൻ ചേട്ടനെ കൊണ്ട് പറയിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്ത വർക്കാണ്. വണ്ടിയിൽ ക്ലിയറായിട്ട് പോയിട്ട് സ്വന്തം ആ ഒരു വണ്ടിയിൽ പുള്ളിക്കാരൻ ചെയ്ത വർക്കാണ്. അപ്പോൾ ആ ചേട്ടൻ അതിനോട് പറയുന്നത്, ചേട്ടൻ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോഴും അത് നമ്മൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി വെറൈറ്റി ആവും ഗൈസ്. അത് ചേട്ടാ പറഞ്ഞോളൂ. മൊത്തം 6 ആമ്പിന്റെ വർക്കാണ്. 4 മോണോ ബ്ലോക്ക്, 2 നോർമൽ ആമ്പ്. ഇത് 3 ഇവിടെ ഇരിക്കൊണ്ട് 2 മുകളിലൊരെണ്ണം. പിന്നെ വർമാസിന്റെ ഒരു കൺട്രോൾ യൂണിറ്റ്, DVD, ഒരു സ്റ്റീരിയോ, പിന്നെ സബ് കൺട്രോൾ ചെയ്യേണ്ട പ്രോസസ്സർ അവിടെ ഇരിക്കണം. പിന്നെ ഇത് സെറ്റിന്റെ സ്വിച്ചുകൾ, ഇത് ലൈറ്റിന്റെ ഇതെല്ലാം ഇളക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 480. ഈ ഇപ്പം ഈ ഒരു DJ മിക്സറും എല്ലാ വണ്ടിയിലും ഇളക്കാം, ഇപ്പം ഇതിന് മാത്രമേ ഉള്ളൂ. അതെന്താ കളയത്തെ? അത് വെറൈറ്റി അത് തന്നെയാണ് ആവശ്യം. കാരണം ഒരുപാട് വണ്ടികൾ ഒരു സമയത്ത് DJ മിക്സർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാ വണ്ടിയിലും എടുത്ത് കളഞ്ഞുണ്ട്. അപ്പോൾ വീണ്ടും കണ്ടപ്പോൾ എന്തോ ഒരു ആവേശം പോലെയൊക്കെ തോന്നുന്നു, ഒരു രക്തം തിളയ്ക്കുന്നു കേസ്. അതുപോലെ ഫ്രണ്ടില് നമ്മുടെ ആ ഒരു സ്റ്റിയറിംഗ്, മോനെ ലൈലാൻഡ് സ്റ്റിയറിംഗ് എന്നും ഒരു വികാരം തന്നെയാണല്ലോ. അതാണ് ആ ഒരു വലിയ സ്റ്റിയറിംഗ് തന്നെയാണ്. ഇപ്പം ഫ്രണ്ട് ക്യാബിനൊക്കെ ഇത് മാറിയതായിരുന്നു, ഡാഷ്ബോർഡ് മാറിയതാണ്. കാരണം ആ ഒരു പഴയതിൽ നിന്ന് പുതിയതിലുള്ള ആ ഒരു വലിയ വളയത്തിൽ ആ സാധനം വന്നപ്പം മോനെ വേറെ ലെവൽ. അപ്പോൾ വെച്ചാൽ പറയാം ഇപ്പം ഇവിടെ ക്യാബിനിൽ നമ്മുടെ പിക്സൽ മോഡിന്റെ ഡാറ്റ ആ സംഭവം അതിന്റെ ഉപയോഗം കൂടെ ചേട്ടനാണ് പറഞ്ഞത്. ഇതിന്റെ ഉപയോഗം മെമ്മറി കാർഡ് നമുക്ക് ഡാറ്റ കയറ്റാം, ഇഷ്ടമുള്ള മോഡലിൽ കത്തും. അതുപോലെ ലൈസറിന്റെ ആ സംഭവം ഒരു ഇതും കീബോർഡ് അവിടെ ഇരിപ്പുണ്ട്. മോനെ വേറെ ലെവൽ. അപ്പോൾ മച്ചാന്മാരെ ഒരു കാലത്ത് നമ്മളെ കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാർ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പകുതി വെർഷൻ തണ്ടറിൽ ഇപ്പം കാണുന്നുണ്ട്. ഇതിന്റെ ബാക്കി വെർഷൻ ഇനി അപ്ഡേഷനിൽ പ്രതീക്ഷിക്കാല്ലേ? പിന്നെ അല്ല, ഒരു വരവും കൂടെ വരുന്നുണ്ട്. പിന്നെ അല്ല, ചെക്കൻ ഒരു വരവ് കൂടെ വരുന്നു ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഒരു നെയിം ബോർഡ് കാണാൻ മനസ്സിലാവും, അടിയിൽ അടച്ചിട്ടില്ല. അതിലൊരു കാര്യമുണ്ട്, അത് അടയ്ക്കാത്തതിന് കാര്യമുണ്ട്. ഒരു വെറൈറ്റി സംഭവം അതിൻ്റെ അകത്ത് ഇനി വരുന്നുണ്ട്. പിക്സൽ നെയിം ബോർഡ് ഒക്കെ ശരിയായി, ഇനി അകത്ത് ഒരു വെറൈറ്റിയോട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്ക് അടയ്ക്കാത്തത്. പിന്നെ ഒരു പ്രത്യേകത, ഈ ഒരു സംഭവം ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം കളർ മാറ്റാനും ഡിസൈൻ മാറ്റാനൊക്കെ പറ്റും. ചോപ്പ്, മഞ്ഞ കളർ അനുസരിച്ച് ഡിസൈനൊക്കെ മാറ്റാൻ പറ്റും നമ്മുടെ ഫോൺ കൺട്രോൾ ഉപയോഗിച്ച്. ടെക്നോളജി വളർച്ച. അറിയാൻ പറ്റില്ല മോളിലേക്ക് ഓച്ചാമര് ലൈലാൻഡ് സ്റ്റിയറിങ് മോനെ എത്ര വണ്ടി ഭ്രാന്തന്മാരുടെ വികാരം എന്നറിയാമോ? ഈ ഒരു വലിയ ചിറ്റപ്പനെ വലിയ വളയത്തിൽ ആ ഒരു വളവൊക്കെ വളച്ച് പോകുമ്പോഴുള്ള ഫീല് വണ്ടി ഭ്രാന്തന്മാർക്കും മോനെ വേറെ ലെവലാണ്. ഓച്ചാമാരെ ഇന്നത്തെ ഈ ഒരു കിടിലൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടിയിൽ ഒരു കിളി, ആ ഒരു വണ്ടിയിലെ സ്റ്റാഫ് തന്നെയാണ് ഈ വണ്ടിയിലെ വർക്ക് എല്ലാം ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതും ഫസ്റ്റ് ടൈമായിട്ട് ഈ വണ്ടി ചെയ്ത്, പക്ഷേ അത്ര പെർഫെക്ഷനോടെ തന്നെ ആ സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ ഇന്നത്തെ ഒരു കിടിലൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇനിയും കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ വെച്ചാൽ അടുത്ത പുതിയൊരു വീഡിയോ കാണുന്ന സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. ബൈ ബൈ.